അപ്പോൾ കുട്ടികളെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ 2-3 ദിവസം നമ്മുടെ റെസ്റ്റ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നിബന്ധനത്തിൽ പിമ്പിൾസ്. അപ്പോൾ അതൊക്കെ മാറി സെറ്റായി. പിന്നെ അതിനിടയ്ക്ക് ആകെ വിഷമമായത് ബെല്ലം ഓടിപ്പോയതും ആ ഹൈറ്റിൽ നിന്ന് ചാടിയതും കാല് മുറിഞ്ഞൊക്കെയാണ്. പക്ഷേ കാല് മുറിഞ്ഞത് നമ്മൾ അവൾക്ക് മരുന്ന് വെച്ച് കൊടുത്താൽ അവൾ എന്തായാലും അത് നക്കി തിന്നും. അപ്പം ഞാൻ തന്നെ കുറേ നേരം ബറ്റാടി കുറേ നേരം വെച്ചു ചിറ്റിട്ട് ഞാൻ തന്നെ കാലും അവൻ്റെ വായും പിടിച്ച് ഒരു 2-3 മണിക്കൂർ ഇരുന്നു. അതിൻ്റെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി നോക്കി. എന്നിട്ട് പിന്നെ അത് കഴുകി കളഞ്ഞു കാലുമത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് വച്ചാൽ നമ്മുടെ നാടൻ മരുന്ന് അതങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് ഒഴിച്ചുകൊണ്ട് കുറേ നേരം പിടിച്ചു. അങ്ങനെയൊക്കെ കുഴപ്പമില്ല. പക്ഷേ ചെറിയ വേദന ഉണ്ട് അവൾക്ക്. ഇവിടുന്ന് 20 കിലോമീറ്ററുള്ള ഹോസ്പിറ്റലുള്ളൂ. അപ്പോൾ ഇനി ഹോസ്പിറ്റൽ ഒന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ കിടന്ന സ്ഥലം അവിടെ വല്ലനെ കാണിച്ചിട്ടാ. സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കി നിർത്തി. ഞാൻ നോക്കുമ്പോൾ ഇത് ഇത്ര അധികം ലോഡ് സാധനമാണ് കേട്ടോ. ഇതൊക്കെ എങ്ങനെ ചുമക്കണമെന്ന് എനിക്ക് തന്നെ അറിയുള്ളൂ. അതെ വല്ലേ കാലൊന്ന് കാണിച്ചേ. നഖത്തിൻ്റെ ഇടയിലാണ് കേട്ടോ. അവിടെ അത് വിഷമിക്കണ്ട. നമുക്കിഞ്ഞേ പോണ വഴിക്ക് ഇഞ്ചക്ഷനൊക്കെ എടുക്കാം. ചൂചൂത്താട്ടാ. ഇപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഇവിടുന്ന് എൻ്റെ കാലിത്തീറ്റയുടെ ചോളത്തിൻ്റെ സംഭവം പൊടിച്ച് അരിഞ്ഞിട്ട് ഉള്ള ഗോഡൗൺ കേട്ടോ. ഫോണൊക്കെ ഞാൻ അവിടെ കുത്തിയിട്ടേക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥലങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്കിനി യാത്ര പോവാം. അപ്പോൾ ഈ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേയും കഴിക്കാൻ ചെയ്യണ്ടായിരുന്നത്. അപ്പോൾ അവർ തുറന്നിട്ടില്ല. അവർ വന്നിട്ട് വേണം പോകാമെന്ന് വെച്ചിരിക്കണം ഞാൻ. എന്തായാലും നല്ലൊരു അടിപൊളി സ്ഥലം. ഇത് വരുന്നുവല്ലേ, എവിടേക്കും പോകണില്ല. ഇതിനെ കൊണ്ടുകൊണ്ട് പോവാം ഞാൻ. എനിക്കല്ല എന്നെ കൊണ്ടുകൊണ്ട് പോകണേ. അപ്പോൾ വെയിലിൻ്റെ അവസ്ഥ ഉണ്ട്, മഴക്കാർ ചെറുതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ കുട്ടികളെ, അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര പറയാൻ ഇവിടെ 2 ദിവസം നല്ല സപ്പോർട്ടിങ് ആയിരുന്നു എല്ലാവരും. അപ്പോൾ ഇവിടുന്ന് ഇനി ഏകദേശം ഒരു 70 കിലോമീറ്റർ മഹാരാഷ്ട്ര ബോർഡറിലേക്ക് ഉണ്ട്. പൂനെയിലേക്ക് 319 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും 15 ദിവസം 10 ദിവസം കൊണ്ട് എത്തുന്ന പ്രതീക്ഷിക്കണം. നല്ല റോഡാന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. കാറ്റ് കാരണം സൈക്കിൾ മുന്നോട്ട് പോകണ്ടല്ലോ ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ യാത്ര ഇരിക്കുകയാണ്. ഉണ്ടല്ല റെഡി അല്ലേ പോകാനായിട്ട്? സൈക്കിൾ സംഭവമൊക്കെ നമ്മൾ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ യാത്ര മുന്നോട്ട് പോകാം. എപ്പോഴുള്ളൊരു പ്രശ്നമാണല്ലോ. എന്താ പറയുക, നമ്മളെ ബെല്ലയുടെ ചെയ്യാൻ മറന്നു വെക്കല്. സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഒരു 3 ചെയ്യാൻ പല സ്ഥലത്തും മറന്നു വെച്ചു. ഇപ്പോൾ 4ാമത്തെ ചെയ്യാൻ മറന്നു വെച്ചു. നമ്മൾ ഇന്നലെ 2 ദിവസം താമസ ഹോട്ടലിൽ. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 10 കിലോമീറ്റർ അവിടെ പോകുന്നു. അപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞു, ചേട്ടൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആൾ ഓക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ കൊണ്ടുവരുന്നുണ്ടാ. എന്തെങ്കിലുമൊക്കെ നോക്കാം. ഞാൻ വേറൊരു ധാബയിലാണ് ഇപ്പോൾ. രാവിലത്തെ ഭക്ഷണം കഴിച്ചിങ്ങനെ സെറ്റായിട്ടിരിക്കുക. രാവിലെ വെയിലുണ്ടപ്പോഴേക്കും എൻ്റെ മുഖം മൊത്തം പാടിപ്പോയി.